ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് കുറച്ചേ ഉള്ളൂ. ബാക്കി പിന്നെ ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സും ഉണ്ട് കേട്ടോ. ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ അത് എനിക്കിപ്പോൾ വീണ്ടും ആവശ്യം വന്നപ്പോഴത്തേക്കും ഞാനത് വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങുക. രാവിലെ എന്നെ തൊണ്ടയ്ക്ക് കിസ് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ വീഡിയോയിലൂടെ കാണിച്ചേക്കെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവർക്കൂടെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നറിയോ, അത് ഞെക്കിയില്ലെങ്കിൽ ആ ഓൾ എന്നുള്ള ഓപ്ഷനെ നിങ്ങൾ പ്രസ് ചെയ്തില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല വീഡിയോയുടെ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ എന്നോട് പറയാറുണ്ട്, ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ലേ, വീഡിയോ ഇടുന്നില്ലേ, നോട്ടിഫിക്കേഷൻ വരുന്നില്ല, വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്കൊന്ന് ചുമ്മാ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്കും എല്ലാം കമൻറ്റൊക്കെ ഇടുന്നവർക്കൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട്. അപ്പം വീണ്ടും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം എനിക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടൊരു മനസ്സിനൊരു തൃപ്തിയില്ലായിരുന്നു. ചില സമയത്ത് നല്ലതാകുന്നുണ്ടായിരുന്നു, ചില സമയത്ത് ശരിയാകുന്നില്ലായിരുന്നു. അത് ഞാനിടുന്ന ഈസ്റ്റിൻ്റെ കുഴപ്പമായിരുന്നേ. ഇത് കണ്ടോ, ഇപ്പോഴത്തെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ അറിയാം നല്ല അപ്പമാണോ ഇല്ല എന്നുള്ളത്. കണ്ടോ, ഇതിനി എനിക്ക് ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ചിതമോള് വന്നപ്പോഴത്തേക്ക് അവൾ കൊണ്ടു തന്ന ഈസ്റ്റാണേ. നല്ല അടിപൊളി ഈസ്റ്റാട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവൾ കൊണ്ടു തന്നതേ. അത് ഇതിനേക്കാൾ ഇച്ചിരി ചെറിയ കുപ്പിയായിരുന്നു. അതെനിക്ക് ഒരു വർഷത്തോളം ഇരുന്ന് ശകലം ഇട്ടാൽ മതി. നല്ല ഈസ്റ്റാണ്, നല്ലപോലെ പുളിക്കുകയെല്ലാം ചെയ്യും. അപ്പം ഞാൻ ഇതാണ് ഇന്നലെ ഉപയോഗിച്ചത്. നല്ല ഈസ്റ്റാണ് കേട്ടോ. ഒരു ശകലം ഇട്ടതേ ഉള്ളൂ. ഇത് ഈ ഒരു ടിന്ന് നിറച്ചുമുണ്ട്. ഇത് കണ്ടോ, നിറച്ചുമുണ്ട്. ഇത് പൊട്ടുന്ന സൈസ് കുപ്പിയാണേ. പാവം നല്ലപോലെ കെട്ടി വൃത്തിയാക്കിയൊക്കെയാണ് കൊണ്ടുവന്നത്. കാര്യം അവർ പെട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം അവളോട് ഞാൻ പറയാം, എനിക്ക് ഈസ്റ്റ് നീ മറക്കാതെ കൊണ്ടുവരണമെന്നായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാതെ കൊണ്ടുവന്ന കേട്ടോ. അവൾ ഞാൻ ഈ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് കണ്ടിട്ട് കൊണ്ടുവന്ന. ഞാൻ ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പം ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഈസ്റ്റ് കിട്ടിയോണ്ട് ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. ഇന്നലെ പിന്നെ കപ്പ ബിരിയാണിയൊക്കെ ആയിപ്പോയി. അപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇന്നിപ്പം അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാട്ടോ ഈ ഈസ്റ്റ്. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് മനസ്സിലായല്ലോ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. കണ്ണന് അപ്പവും പാലും പഞ്ചസാരയും മതി. ചേട്ടന് ചമ്മന്തി ചതച്ച്, കടുക് വറക്കത്തില്ല കേട്ടോ, ചുമ്മാ പച്ചയ്ക്ക് തന്നെ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഇന്നാളെ ഒരു ദിവസം എന്നോട് ആരോട് ചോദിച്ചായിരുന്നു അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാവേ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കടുക് വറക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചിലർ അങ്ങനെ എടുത്ത് വെച്ച് കടുക് വറക്കും, പക്ഷെ ഞാൻ കടുക് വറക്കുന്നില്ല, അല്ലാതാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനി ചമ്മന്തി ചതയ്ക്കുമ്പോൾ കാണിച്ചു തരാവേ. അപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ചതയ്ക്കാനായിട്ട്. ചുവന്നുള്ളിയും തേങ്ങായും എടുത്ത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് ഉണക്കമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ, ഞാൻ ഇപ്പം ഇച്ചിരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒത്തിരി ചേർക്കണ്ട. ഇത്തിരി ഉണക്കമുളക് ചേർക്കുകയാണെങ്കിൽ ഉണക്കമുളകും ചുവന്നുള്ളിയും നല്ലപോലെ ഒന്ന് അരച്ചെടുത്തേച്ച് ഇത് ചതച്ചങ്ങെടുക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ ഇതിപ്പോൾ അരകല്ലിലാണ് അരയ്ക്കുന്നത്. അരകല്ലിൽ അരയ്ക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും.
മിക്സിയിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കല്ല് കഴുകി വെച്ചങ്ങ് പോവാം. ഒന്ന് ചതച്ചെടുത്താൽ പോരെ. ഇത് കല്ല് കഴുകി എടുക്കത്തില്ല കേട്ടോ, ഇങ്ങനെ വടിച്ചെടുക്കത്തുള്ളൂ. എന്നിട്ട് കല്ലിലിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. മിക്സിയിലിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ആദ്യമേ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. ധൃതി വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മിക്സിയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കല്ലിൽ അരയ്ക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നും ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാവുള്ളൂ, ഒത്തിരി കൂടിപ്പോയാലും എരിവായിരിക്കും. കല്ലും കൂടെ കഴിയട്ടെ. ഉച്ചക്കത്തേക്ക് മീൻ മേടിച്ചിട്ടുണ്ടെന്നാണ്, കേരയാണ്. അപ്പം അത് വെട്ടാനായിട്ട് തുടങ്ങി. കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു മുന്നത്തെ പ്രാവശ്യം മീൻ വെട്ടുന്നതിൻ്റെ വീഡിയോ കാണിച്ചാണ്, മീൻ വെട്ടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ മീനെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി എല്ലാം പീസൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അച്ചാറിടിയിലൊന്നും നടക്കത്തൊന്നുമില്ല. കറി വെക്കാനും വറക്കാനും ആയിട്ടുള്ള ഇത് മാത്രമായിട്ട് എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അച്ചാറിടാൻ ഇച്ചിരിയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അത് അച്ചാറിട്ടാൽ ഒന്നും തികയത്തില്ല. അതുകൊണ്ട് അച്ചാർ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പതിവ് മീൻകറി തന്നെ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഉലുവായി എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ 2 സൈസ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാ മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചേർത്ത് ആ വെള്ളം ചേർത്തതിന് ശേഷം ഞാനത് പുളിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പുളി നമ്മുടെ ആനക്കുട്ടിയിൽ നിന്ന് മേടിച്ച പുളിയാണ് കേട്ടോ. നല്ലൊരു കഷ്ണം ഇട്ടാൽ മതി, ഭയങ്കര പുളിയാണ്, നല്ല ഇതാണ്. അപ്പോൾ ആ പുളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് അതിനകത്തേക്ക് മീനിടുന്നത്. അപ്പോൾ മീനിൻ്റെ തല ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. തലയാണ് ഞാൻ ആദ്യം അതിനകത്തേക്ക് ഇട്ടത്. എന്നിട്ട് ബാക്കി കഷ്ണങ്ങളെല്ലാം മുള്ളും എല്ലാം കൂടി ഇട്ട് അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അങ്ങനെ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ആ തലയ്ക്കും ആ മുള്ളിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കറി വെച്ചേക്കുന്നത്. അതിനൂടെ അല്ലാതെ മീൻ്റെ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് എല്ലാം കൂടെ മീൻ എല്ലാം ഒന്ന് സെറ്റാക്കി കറിയെല്ലാം ഒന്ന് ഇതായി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് ഒരിച്ചിരി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ കറിവേപ്പില ഇരിപ്പില്ലാത്തതുകൊണ്ടും പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നമ്മുടെ മീൻകറി സെറ്റായി. ഇനി ഞങ്ങൾ ബാക്കി മീൻ വറുക്കാനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴിച്ച ശേഷം ഞങ്ങളിനി ഊണൊക്കെ കഴിക്കാനൊക്കെ ഉള്ള പോവാണ്. അപ്പോൾ മീൻകറി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിയെല്ലാം തീർന്നില്ല. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. തിളച്ച് കറിച്ചട്ടി ആയതുകൊണ്ട് കുറേ നേരം കൂടെ തിളയങ്ങ് നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പറ്റും. അപ്പോൾ നമ്മുടെ കറികളെല്ലാം സെറ്റായി. ഇനി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി. കാബേജ് തോരനും പിന്നെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ മീൻ കറി. ഇപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണേ. മീൻ്റെ തലയാണ് ഇതേ, കണ്ടോ. ഉപ്പും മീൻ കറി. ഞാൻ ഇന്ന് ഉച്ചയായപ്പം ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ടിപ്സ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അടുക്കളയിൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നൊരിതാണ്. വീട്ടമ്മമാർക്ക് തന്നെയല്ല, മുറ്റം വൃത്തിയാക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്നാണെന്നുള്ളത് ചോദിച്ചാൽ ഇത് കേട്ടോ, ഇതുപോലത്തെ പിള്ളേരുടെയൊക്കെ പഴയ ടീഷർട്ടൊക്കെ ഇല്ലേ, പഴയത് കീറിയതോ ഇവർക്ക് ചേരിയെടുത്ത് അത് എടുക്കുമ്പോൾ ഇങ്ങനത്തെ നോക്കി എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ വലിയുന്ന സൈസ് ബനിയം മോഡൽ വേണം എടുക്കാനായിട്ട്. പോളിസ്റ്ററിൻ്റെ പറ്റത്തില്ല. ഇതുണ്ട് ഇങ്ങനെ വലിയുന്ന സൈസ് എടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഇത്രയും നേരം ഇത് ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കത്രികയൊക്കെ. അപ്പം എൻ്റെ കത്രിക പോയി അപ്പടി നശിപ്പിച്ചെന്ന് അച്ചു ബാക്കിയും കൂടെ താഴെയിട്ട് മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞ കത്രിക. അതിൻ്റെ പിടി ഫുള്ള് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കിന്ന് കത്രിക മേടിച്ചുകൊണ്ട് വരാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ചേട്ടനും കത്രിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നല്ല അടിപൊളി കത്രിയാണ് കേട്ടോ. ഇത് കേട്ടോ,
നല്ല മൂർച്ചയുള്ള കത്രിയാണ്, തൊട്ടാ മുറിയുന്ന സൈസാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഇതൊന്ന് തുണി വെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് പറഞ്ഞില്ലല്ലോ. ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈക്ക് മിക്കവർക്കും ഉണ്ട് ചപ്പൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വിരലിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ ആര് പോലെ വരുമല്ലോ, ആ സംഭവം ഇങ്ങനെ കാട് പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയാണ്. പാത്രം കഴുകാനോ നമുക്കൊന്നിനും പിന്നെ പറ്റത്തില്ല, ഭയങ്കര നീറ്റലാണ് പിന്നെ അത് മിക്കവർക്കും വരും. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകാറാകുമ്പോഴത്തേക്ക് എല്ലാവരും കാട് പറിക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഇറങ്ങും. അപ്പം ഞാനും കാണിച്ചില്ല നമ്മുടെ ആ ഒരു ചപ്പ് മരുന്ന് തളിച്ച് ഉണക്കി വെച്ചേക്കുന്നത്. അപ്പം അതിന് പറിച്ച് കളഞ്ഞാൽ അത് പറിച്ച് വെച്ചങ്ങ് മാറ്റിയിട്ട്, കാര്യം അതൊരു പൈപ്പ് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് തീയിടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് കൈ കൊണ്ട് പറിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോരും. അപ്പം അങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അതിന് വേണ്ടിയാണ് ഒരു ഗ്ലൗസ് ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പം നമ്മുടെ കൈയുടെ അളവിന് വെച്ച് വേണം അത് ആദ്യം വരച്ചെടുക്കാൻ. കാണിച്ചു തരാം, വീഡിയോയിലൂടെ കാണിച്ചു തരാം, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നിട്ട് നമുക്കത് ഉണ്ടാക്കാൻ നിർത്തി. ഇതിനു മുമ്പ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് എനിക്ക് പ്രയോജനപ്പെട്ടു കേട്ടോ. കാട് പറിക്കാനൊക്കെ നല്ല ഇതായിരുന്നു. നമ്മൾ കട മേടിക്കാൻ പോയാൽ നല്ല വിലയാണ് അത്രയും മേടിക്കാനൊക്കെ പോയാൽ. പിന്നെ തുണിയുടെ സൈസ് അങ്ങനെ കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെളിയിൽ നിന്നൊക്കെ വരുന്നവർ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് കിട്ടുമായിരിക്കും, കിട്ടുമില്ലെന്ന് എനിക്കടുത്ത് കിട്ടിയാലും വിലയായിരിക്കും ഇതിന്. അപ്പം നമുക്ക് ഇങ്ങനെ പഴയ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും കൈത്തൈയിലാണെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം, മെഷീനിലാണെങ്കിലും തയ്ച്ചെടുക്കാം. അപ്പം ഞാനിത് എങ്ങനെ വെട്ടുന്നതെന്നൊക്കെ കാണിച്ചു തരാവേ. ബനിയൻ ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഈ മേൽവശം ഞാൻ മുറിച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം നമ്മുടെ ഈ താഴ്വശത്താണ് നമ്മുടെ കൈയുടെ ഭാഗം വരേണ്ടത്. അപ്പം ഇങ്ങനെ കൈയുടെ ഭാഗം വെച്ച് നീളത്തിൽ തന്നെ വേണേ. അപ്പം ഇങ്ങനെ ഒരു ചോപ്പ് ഇത് കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ സ്കെച്ച് ആണെങ്കിലും ഒക്കെ മതി, അല്ലെങ്കിൽ ഒരു പേനയാണേലും മതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇച്ചിരി അകത്തി വേണം നമ്മൾ വരച്ചു കൊടുക്കേണ്ട. കാര്യം നമുക്ക് തയ്ക്കാനായിട്ടുള്ളതാണ്. സൈഡ് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിരൽ അതിനകത്തിടാൻ പറ്റണം. ഇവിടെ ഇച്ചിരി നമ്മൾ ലൂസാക്കിയാണ് എടുക്കുന്നത്. ഇത് കണ്ട് ഇതുപോലെ എല്ലാ വിരലും ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരയുടെ പുറത്തൂടെ തയ്ക്കാൻ പറ്റും. ഇവിടെ ഇച്ചിരി നീളം കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കാര്യം നമ്മുടെ വിരൽ മടക്കാനുള്ളതാണ്. ഇതിനകത്ത് വെച്ച് നമ്മൾ ചപ്പ് ഇങ്ങനെ പറിക്കുമ്പോൾ വിരൽ മടക്കേണ്ടതല്ലേ, അതിന് വേണ്ടിയാണ്. പിന്നെ അത് മൊത്തം ഒന്ന് വരച്ചെടുക്കട്ടെ. ഞാൻ ഇത് മുഴുവൻ വരച്ച് കഴിഞ്ഞേ. ഇനി ഇത് ഞാൻ മെഷീനെ വെച്ച് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. സെറ്റാക്കി വെച്ച് ബാക്കി നമുക്ക് കാണാവേ. ഇത് ഞാനിപ്പോൾ തയ്ക്കുന്നത് ഇങ്ങനെ തന്നെ വെച്ചാണ് തയ്ക്കുന്നത്. അല്ലാതെ ഇതുണ്ട്, ഇതിൻ്റെ അടിയിലത്തെ ഷീറ്റും കൂടെ ചേർത്താണ് തയ്ക്കുന്നത്. തയ്ച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കൈത്തൈൽ തയ്ക്കുവാണെങ്കിലും ഇങ്ങനെ സൈഡ് തോറും ഇങ്ങനെ തയ്ച്ച് അങ്ങ് എടുത്ത് വെച്ച് ഞാനത് കൈത്തൈൽ തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നൂലുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതല്ല, അല്ലാതെ വേറെ തുണിയെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തയ്ക്കാമെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തയ്ച്ച് കിട്ടും. അപ്പം ഇത് തയ്ച്ച് വരട്ടെ. മെഷീനിലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കുത്തു വിട്ടത്, മറ്റേ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. പിന്നെ തയ്ക്കുകയും കൂടെ ചെയ്തിട്ട് വരട്ടെ. ഇത് കണ്ടോ, കത്രിക കണ്ടോ? ഈ കത്രികയാണ് എൻ്റെ പുന്നാരം മോൾ ഒടിച്ച് ഞുറുക്കി തന്നത്. നീ അടുത്തായിട്ട് നീ നോക്കൊന്നും വേണ്ട, അവളാണ് വീഡിയോ എടുത്ത് തരുന്നത്. ഇത് കണ്ടോ, ഈ പരുവാക്കി കളഞ്ഞിരുന്നു എൻ്റെ കത്രിക. ഇനിയിപ്പോൾ തന്നെ തയ്ക്കാൻ തുടങ്ങുന്ന ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ആദ്യമേ തന്നെ ഇവിടുന്ന് തുടങ്ങണം. തയ്ച്ചതിന് ശേഷം ആണ്ട് മുന്നോട്ട് പോയില്ല. എൻ്റെ മെഷീൻ ഇച്ചിരി പഴയ മെഷീനൊക്കെ കേട്ടോ, അതുകൊണ്ട് തയ്ക്കുന്ന അപ്പോൾ ഇത് ഞാൻ മുഴുവൻ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വെട്ടിയെടുക്കുവാണേ. ഇതിൻ്റെ ഈ തയ്യലിന് ഇപ്പുറത്ത് വെച്ച് ഞാൻ വെട്ടി ഷേപ്പാക്കി എടുക്കുവാണേ. പിന്നെ ഷേപ്പാക്കി എടുത്തിട്ട് ഇനി കാണിക്കാവേ. ഇതിപ്പോൾ ഇത് മുഴുവനും ഞാൻ കട്ട് ചെയ്തേ. ഇതുണ്ട്, കൈയുടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുണ്ട് ഇങ്ങനെ വേണം അത് മുറിച്ചെടുക്കാനായിട്ട്. ഇച്ചിരി താഴത്ത് കൊണ്ടുവന്നേ പോണ് കാണാമോ? അതുകൊണ്ട് ഇങ്ങനെ ഇത് വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ സൈഡ് രണ്ടും കൊണ്ട് ഇവിടെ നിർത്തിയിട്ടേ ഉള്ളൂ, ചേർത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ പിടിച്ചേച്ച് വേണം നമ്മളത് മുറിച്ചെടുക്കാനായിട്ട്. അതെന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ കുത്ത് വിട്ടുപോകും, തയ്യൽ വിട്ടുപോകും. ഇനി ഇത് കണ്ടോ, ഇതിൻ്റെ രണ്ടിതല്ലേ, ഇവിടെ ഇനി ഇതിനകത്തൊരു കൈയിട്ട് ഇപ്പുറത്തോട്ടാക്കണം. ഓക്കെ, ഇത് എടുത്തിട്ട് ഇനി കാണിക്കാവേ. ഇത് കണ്ടോ, ഇപ്പം ഒരു കയ്യൊറയുടെ വലുപ്പമായി. നമ്മൾ വിരലിന് ഇച്ചിരി നീളം ഇടുകണമെന്ന് പറയുന്നുണ്ട്. ഇതുപോലത്തെ ഒരു കമ്പ് കൊണ്ടാണ് ഞാനിത് ഇതുണ്ട് ഇങ്ങനെ ഇതിനകത്തിലിട്ട് സെറ്റാക്കി എടുത്തേക്കുന്നത്. ഇത് ഞാൻ കയ്യിലിട്ട് കാണിക്കാം കേട്ടോ.
കണ്ടോ, ഇത് ഇച്ചിരി ലൂസ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വിരലിങ്ങനെ മടക്കുമ്പോൾ ഇത് ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി ലൂസ് ആക്കാൻ പറഞ്ഞത്. കണ്ടോ, കൈയുടെ ഇവിടം വരെ തെറിക്കുകയില്ല. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മിക്കത് നമുക്ക് കാട് പറിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കയ്യെ ശകലം പോലും അഴുക്ക് പറ്റത്തില്ല. കൈ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് കാട് പറിക്കുകയും ചെയ്യും. കൈ നോകത്തില്ല. ഇതുപോലെ ബനിയൻ മോഡൽ തുണി എടുക്കണം കേട്ടോ. ഇങ്ങനെ വലിയുന്ന വേണം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മുടെ ഗ്ലൗസും ഒക്കെ സെറ്റായി. അപ്പോൾ ഞാൻ തന്നെ ഇവിടം തയ്ച്ചിട്ടില്ല കേട്ടോ. ഈ സൈഡ് തയ്ക്കേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ കിടന്നാൽ മതി. ഞാനിത് കാണിച്ചാൽ 2 പീസായിട്ടാണ് തയ്ച്ചത്. തയ്ച്ചേച്ച് ഇതുകൊണ്ട് 2 സൈഡും കൂടെ ഇതാക്കി വെച്ച് തിരിച്ചിടുവാണ് ചെയ്യുന്നത്. ഒരു സൈഡല്ല കേട്ടോ, 2 സൈഡും കൂടെ നേരെ നടുക്ക് വെച്ച് ഒരു സൈഡ് 2 ഷീറ്റ് തുണിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ചിട്ടേച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.